2025 മെയ് മാസത്തിൽ നടക്കുന്ന MSI ഇന്ത്യ റീജിഗിൽ പ്രമുഖ കമ്പനികളായ നൈക്ക, അദാനി എനർജി സൊല്യൂഷൻസ്, കോറമണ്ടൽ ഇന്റർനാഷണൽ തുടങ്ങിയ സ്റ്റോക്കുകൾ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രമുഖ ബ്രോക്കേജായ JM ഫിനാൻഷ്യലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മെയ് 13-നായിരിക്കും MSI ഇൻഡെക്സ് റീജിഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. ജൂൺ മാസം മുതൽ MSI ഇൻഡെക്സ് റീജിഗിൽ വരുന്ന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. നൈക്ക എന്ന കമ്പനി ഇൻഡെക്സ് റീജിഗിന്റെ ഭാഗമായി MSI ഇൻഡെക്സ് സ്റ്റാൻഡേർഡ് സൂചികയിൽ സ്ഥാനം പിടിക്കുകയാണെങ്കിൽ ഏകദേശം $210 മില്യൺ ഫണ്ട് ഇൻഫ്ലോ ആയിരിക്കും സ്റ്റോക്കിലേക്ക് വരിക. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നൈക്ക എന്ന സ്റ്റോക്ക് 10% ഉയർന്നിട്ടുണ്ട്. ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 20% റിട്ടേണാണ് സ്റ്റോക്ക് നൽകിയത്. അദാനി എനർജി സൊല്യൂഷൻസ് MSI ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുന്നത് വഴി $270 മില്യൺ ഫണ്ട് ഇൻഫ്ലോ ആയിരിക്കും വരിക. കോറമണ്ടൽ ഇന്റർനാഷണൽ MSI ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുന്നത് വഴി $200 മില്യൺ ഫണ്ട് ഇൻഫ്ലോ വന്നേക്കും. അതേസമയം തെർമാക്സ് എന്ന സ്റ്റോക്ക് MSI ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നും JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്റ്റോക്കുകളെ വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനുകളിലായി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ്. കഴിഞ്ഞ 9 ദിവസത്തെ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ FPIs ഇന്ത്യൻ മാർക്കറ്റിൽ 34,940 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. കൂടാതെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബൈയിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രധാന അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അമേരിക്ക ആദ്യം വ്യാപാര കരാറിലെത്താൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇന്ത്യയും ഉയർന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിലെത്താനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതും ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും അനുകൂലമായ ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ 24,150 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടും 24,450 മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസുമായി പ്രവർത്തിച്ചേക്കും. ഷോർട്ട് ടൈമിലേക്ക് ചില സ്റ്റോക്കുകളെ നമ്മൾക്ക് ബൈയിങ്ങിന് പരിഗണിക്കാവുന്നതുമാണ്. ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1375 ക്ലോസിംഗ് നൽകി. 4% അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 2075. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് അതിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയ 1350 ബ്രേക്ക് ചെയ്യുകയും 1350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. RSIയും MACDയും ബൈയിങ്ങിൻ്റെ സൂചനകളാണ് നൽകുന്നത്. റിസ്ക് ടു റിവാർഡ് റേഷ്യോയും ഫേവറബിൾ ആണ്. 52 വീക്ക് ഹൈയിൽ നിന്നും ഉയർന്ന ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്ക് കൂടിയാണ്. ഈ സാഹചര്യത്തിൽ 1335 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1425, 1450, 1500 പോലുള്ള ടാർഗറ്റുകൾ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് CDSL എന്ന സ്റ്റോക്കും കൺസോൾട്ടേഷന് ശേഷം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒരു ബ്രേക്കൗട്ട് നൽകിയ സ്റ്റോക്കാണ്. 1340 ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ഈ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകി. വരും ദിവസങ്ങളിൽ 1340 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. 1425, 1450, 1500 പോലുള്ള ടാർഗറ്റ് തന്നെയാണ് CDSLലും നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. 1300 രൂപയുടെ സ്റ്റോപ്പ് ലോസ് എയിം ചെയ്യാവുന്നതാണ്. കൂടാതെ സ്റ്റോക്കിൽ ഉയർന്ന വോളിയവും കാണാൻ സാധിക്കുന്നുണ്ട്. 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് CDSLൻ്റെ 52 വീക്ക് ഹൈ 1989. CDSL എന്ന സ്റ്റോക്കിനെയും ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.